നമ്മൾ ഇൻകം ടാക്സിന്റെ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അസറ്റിന്റെ ടാക്സ് ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. അതിന്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പഠിച്ചു. ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കി. എങ്ങനെയാണ് അസറ്റിന്റെ ടാക്സ് ബേസ്, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ഇനി പഠിക്കാനുള്ള ലേബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടാക്സ് ബേസ്. എന്താണ് ലേബിലിറ്റി ആയി ബന്ധപ്പെട്ട ടാക്സ് ബേസ്? ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതേ ഇക്വേഷൻ പഠിക്കണം. ക്യാരിയിങ് എമൗണ്ട് ലെസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961 പ്ലസ് ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961. ഇതാണ് ലാബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടാക്സ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ലാബിലിറ്റിയുടെ മറ്റൊരു വേർഷൻ ആണ് ടാക്സ് ബേസ് ഓഫ് ലാബിലിറ്റി ഫോർ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അങ്ങനെയുള്ള ലാബിലിറ്റി ആകുമ്പോൾ അതിന്റെ ടാക്സ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കുക. സാധാ ലാബിലിറ്റിയുടെ ടാക്സ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എമൗണ്ട് carrying amount less future deductible amount as per income tax act 1961 plus future taxable amount as per income tax act 1961 ആണ് ഇക്വേഷൻ. എന്നാ ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി ഫോർ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതിന്റെ ടാക്സ് ബേസ്, അങ്ങനത്തെ ലയബിലിറ്റി ടാക്സ് ബേസ് അത് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ carrying amount less amount of revenue that will not be taxable in future period as per income tax act 1961. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അവിടെ കറന്റ് ലാബിലിറ്റി ഉണ്ട്. കറന്റ് ലാബിലിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. അതിന്റെ ക്യാരിങ് എമൗണ്ട് 10,000 10,000 ആണ്. പിന്നെ മറ്റൊരു സെന്റൻസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The related expenses will be deducted for tax purposes on a cash basis. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്യാൻ പറ്റും ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് ബേസിസിൽ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലയബിലിറ്റി ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ബേസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ടാക്സ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഞാൻ ഒന്നും കൂടി PPT കാണിക്കാം. ടാക്സ് ബേസ് ലയബിലിറ്റിയുടെ ടാക്സ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യാരിയിങ് എമൗണ്ട് നിന്ന് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട് ആഡ് ചെയ്യുക. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനില് ക്യാരിയിങ് എമൗണ്ട് 10,000 ആണ്. ഇനി അടുത്തായിട്ട് എന്താ? ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻഡിച്ചർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻഡിച്ചർ ആണ്. ആ കൊടുക്കാനുള്ള എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്നാണ് കൊടുക്കുന്നത്, ആണ് ക്യാഷ് ബേസ് എന്ന് വെച്ചാൽ എന്നാണ് കൊടുക്കുന്നത് അന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ക്യാരിയിങ് എമൗണ്ട്, ആ ക്യാരിയിങ് എമൗണ്ടിന്റെ എമൗണ്ട് 10,000. ആ 10,000 നിന്ന് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് അത് 10,000 മൈനസ് ചെയ്യുക. 10,000 മൈനസ് 10,000. ഇനി അവിടെ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സിബിൾ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇൻകാണ് ടാക്സ്, ഇൻകത്തിന്റെ മേലാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ എമൗണ്ട് ഇല്ല. 10,000 മൈനസ് 10,000 ആണ് വരിക. അപ്പൊ ഇവിടുത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻഡിച്ചറിന്റെ ടാക്സ് ബേസ് കിട്ടുക നില്ലാണ് കിട്ടുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനില് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഡസ്റ്റ് റവന്യൂ കണ്ടോ? നേരത്തെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനോട് വരിക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതിന്റെ ക്യാരിങ് എമൗണ്ട് 10,000 ആണ്. റിലേറ്റഡ് ഇൻഡസ്റ്റ് റവന്യൂ ടാക്സ് ഓൺ ക്യാഷ് ബേസിസ് എന്നാണ് കിട്ടി അന്നാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ 10,000 കിട്ടി. ആ 10,000 കിട്ടിയ സമയത്ത് തന്നെ ടാക്സ് കൊടുക്കണം. ഫ്യൂച്ചറിലല്ല ടാക്സ് കൊടുക്കേണ്ടത്. ആ 10,000 കിട്ടിയ സമയത്ത് ടാക്സ് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് ടാക്സ് ബേസ് കണ്ടുപിടിക്കുക? അപ്പൊ ഏതാ ഇക്വേഷൻ വരിക? രണ്ടാമത്തെ ഇക്വേഷൻ വരിക. ഇതാണ് ഇക്വേഷൻ. ടാക്സ് ബേസ് ലയബിലിറ്റി ഫോർ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താ ഇക്വേഷൻ വരിക? ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ട് എത്രയാണ് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ക്യാരിയിങ് എമൗണ്ട് 10,000. ആ ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? എമൗണ്ട് ഓഫ് റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ഫ്യൂച്ചർ പീരീഡ്. ഫ്യൂച്ചർ പീരീഡിൽ ടാക്സബിൾ അല്ലാത്ത റവന്യൂ മൈനസ് ചെയ്യണം. ഫ്യൂച്ചർ പീരീഡിൽ ടാക്സബിൾ അല്ലാത്ത റവന്യൂ ഇപ്പൊ ഈ 10,000 ഇപ്പൊ തന്നെ ടാക്സ് കൊടുത്തില്ലേ? ഇനി ഫ്യൂച്ചർ പീരീഡിൽ അതിന്റെ മേലെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമാണോ? ഇല്ല. ഇപ്പൊ ഫ്യൂച്ചർ പീരീഡിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 10,000 മൈനസ് 10,000 0 നില്ല് കണ്ടോ? അപ്പൊ അങ്ങനെയാണ് ഇൻഡസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കിട്ടുക. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
ആദ്യം ക്യാരിങ് എമൗണ്ട് 10,000. അതൊന്ന് എമൗണ്ട് ഓഫ് റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ടാക്സബിൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചർ പീരീഡില് ടാക്സ് കൊടുക്കണ്ടാത്ത എമൗണ്ട് മൈനസ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 10,000 മേലെ നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞു, ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 10,000 മൈനസ് ചെയ്യുക, അപ്പൊ നില്ല് കിട്ടും കേട്ടോ. അങ്ങനെ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ കറന്റ് ലാബിലിറ്റിയില് ഇതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. ക്യാരിങ് എമൗണ്ട് 80,000 ആണ്. ആ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞു ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇനി ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ കാണാം? ഈ ലാബിലിറ്റിയുടെ ടാക്സ് ബേസ് ആണുള്ള ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ ക്യാരിങ് എമൗണ്ട് ആണ്. ആ ക്യാരിങ് എമൗണ്ട് മൈനസ് നോക്കുക, ക്യാരിങ് എമൗണ്ട് ലെസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961 പ്ലസ് ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961. ആ ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ക്യാരിങ് എമൗണ്ട് നോക്കുക. ഇവിടെ എത്ര ക്യാരിങ് എമൗണ്ട് വരിക? ക്യാരിങ് എമൗണ്ട് 80,000. ആ 80,000 നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് അതല്ല മൈനസ് ചെയ്യേണ്ടത്. ആ ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ഇവിടെ വല്ലതുണ്ട് നോക്കൂ. ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് വല്ലതുണ്ടോ? ഇവിടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഈ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൈനസ് ചെയ്യാൻ ഒന്നുമില്ല. 80,000 മൈനസ് 0. ഇനി ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഉണ്ടോ? ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഏതാ? ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും എമൗണ്ട് ടാക്സിബിൾ ആവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എമൗണ്ടും ടാക്സിബിൾ ആവില്ല. ഇത് എക്സ്പെൻഡിച്ചർ ആണ്, അപ്പൊ ടാക്സിബിൾ ആവില്ല. 80,000 മൈനസ് 0 പ്ലസ് 0, അപ്പൊ 80,000. ടാക്സ് ബേസ് കിട്ടി, 80,000 കിട്ടി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുന്ന കറന്റ് ലാബിലിറ്റി ആണ്. ആ കറന്റ് ലാബിലിറ്റിയുടെ ഇവിടെ ഫൈൻ പെനാൽറ്റി ആണ്. ക്യാരി എമൗണ്ട് 9,000 ആണ്. ഫൈൻ പെനാൽറ്റി ഡിഡക്റ്റബിൾ അല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മീനിങ് ക്യാരിങ് എമൗണ്ട് 9,000 മൈനസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ഒന്നുമില്ല 0 പ്ലസ് ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട്. ഫ്യൂച്ചറിൽ ടാക്സ് കൊടുക്കണോ കൊടുക്കണ്ട? ഇത് എക്സ്പെൻഡിച്ചർ അല്ലേ, ലാബിലിറ്റി അല്ലേ, അതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട കേട്ടോ. ഇൻകത്തിന് മേലെ ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ 9,000 മൈനസ് 0 പ്ലസ് 0, അപ്പൊ 30. 9,000 മൈനസ് 0 പ്ലസ് 0, 9,000 കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യും. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഒരു ലോൺ ഉണ്ട്. ആ ലോണിന്റെ ക്യാരിങ് എമൗണ്ട് 9,500 ആണ്. ആ ലോണിന്റെ റീപേയ്മെന്റ് അതിന് ടാക്സ് കോൺസിക്വൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ടാക്സ് കോൺസിക്വൻസ് ഒന്നും ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ടും നോക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ക്യാരിങ് എമൗണ്ട് നോക്കിയാൽ മതി. അവിടുത്തെ ടാക്സ് ബേസ് കിട്ടുക 9,500. അപ്പൊ ഇങ്ങനെയാണ് ലാബിലിറ്റിയുടെ ടാക്സ് ബേസ് കാണാം കേട്ടോ. അപ്പൊ ഓക്കെ.